എനിക്ക് ഏറ്റവും ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യം ആകെ മൊത്തം ഇതിൽ വന്ന് 2000 രൂപയുടെ എണ്ണ അടിച്ചിട്ടുള്ളൂ. വണ്ടി അര ടാങ്ക് എണ്ണയാണ്. ഇപ്പം അതിനകത്ത് ഒരു കട്ട എണ്ണ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരു വണ്ടിക്ക് ഇതുവരെ മാരുതിയുടെ വണ്ടിക്ക് വന്നിട്ടില്ല. ഈ സെയിം പ്രൈസിനാണ് നമ്മുടെ പുതിയ ഹോണ്ട അമേസ് വരുന്നത്. ഇല്ല, അമേസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു കമ്പനിയെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. പോരായ്മകൾ എന്തെങ്കിലും പോരായ്മകളെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇത് 3 സിലിണ്ടർ ആക്കി. പണ്ട് 4 സിലിണ്ടർ. അതിൽ തോന്നുന്ന എന്തെങ്കിലും വൈബ്രേഷൻസ് തോന്നിയിട്ടുണ്ടോ? പവർ കുറവ് തോന്നിയിട്ടുണ്ടോ? സബ് കോമ്പാക്ട് സെഡാൻ ഒരു സമയത്ത് ഫാമിലീസിൻ്റെ ഒക്കെ ഇഷ്ട സെഗ്മെൻ്റ് ആയിരുന്നു ഈ സബ് കോമ്പാക്ട് സെഡാൻ എന്ന് പറയുന്നത്. ആ ഒരു വാഹനങ്ങൾ കുറേ കാണാനുണ്ടായിരുന്നു ഈ സബ് 4 മീറ്ററിൻ്റെ റൂളൊക്കെ വന്നതിന് ശേഷം. പിന്നെ സബ് കോമ്പാക്ട് എസ് യു വിയിലോട്ടും കോമ്പാക്ട് എസ് യു വികളിലോട്ടും ബിഗ് സൈസ് എസ് യു വികളിലോട്ടൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകളുടെ പ്രീമിയം സെഡാൻ എന്നൊരു സെഗ്മെൻറ്റ് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഫോക്സ് വാഗൻ വെർച്യൂസും സ്ലാവിയും പുതിയ വെർണയൊക്കെ അവതരിപ്പിച്ച് വീണ്ടും വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കൂടുതൽ സെയിൽ ആയിക്കൊണ്ടിരുന്ന സബ് കോമ്പാക്ട് സെഡാൻ നമ്മുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആയിരുന്നു. അതിൻ്റെ ജനറേഷൻ പുതിയത് വന്ന് അവസാനം സ്വിഫ്റ്റ് എന്നുള്ളത് മാറ്റി ഡിസയർ ആക്കി. ആ ഒരു ഡിസയറാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് യൂസർ എക്സ്പീരിയൻസ് അല്ല, ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. ഇത് ആദ്യത്തെ ബാച്ചിൽ തന്നെ സ്വന്തമാക്കിയ ഒരു യൂസറിൻ്റെ എക്സ്പീരിയൻസ്. ഡിസയറിനെ പറ്റി പറയുമ്പോൾ അധികം പറയാനുണ്ട് ശരിക്കും. ഇതൊരു റിവ്യൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും. നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ലുക്ക് വൈസും നേരത്തെ സ്വിഫ്റ്റിൻ്റെ ഒരു സെഡാൻ വേർഷൻ എന്നുള്ളതിന് ഉപരി ഇതൊരു പുതിയ വാഹനം, തികച്ചും പുതിയൊരു വാഹനമായിട്ടാണ് ഡിസയറിനെ അവതരിപ്പിച്ചത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ്സും ടെയിലും ആ ഒരു ടെയിൽ സെക്ഷനും ഇൻറ്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാലാണ് വലിയ വ്യത്യാസങ്ങളില്ലാത്തത് സ്വിഫ്റ്റുമായിട്ട്. ബാക്കി എല്ലാം വെച്ച് ലുക്ക് വൈസ് നോക്കുമ്പോൾ നല്ല രീതിയിൽ പുതിയ ഒരു വണ്ടിയായിട്ടാണ് ഡിസയർ വന്നിരിക്കുന്നത്. കൂടാതെ 5 സ്റ്റാർ റേറ്റിംഗ്, അതായത് സുസുക്കിയുടെ നിലവിൽ കുറച്ച് ചീത്തപ്പേരുകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു വണ്ടിയുടെ വരവും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത്. ഏതായാലും അത് സുസുക്കി വലിയൊരു നേട്ടം തന്നെയായിരുന്നു. ഈ ഒരു വാഹനത്തോടു കൂടി ഇനിയും വരുന്ന വാഹനങ്ങൾക്ക് സേഫ്റ്റി കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കോമ്പറ്റേറ്റർ ഹോണ്ട അമേസിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു, യൂസർ റിവ്യൂ ചെയ്തില്ല, വഴിയേ ചെയ്യാം. ഏതായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് സ്വാഗതം, ഇതിൻ്റെ യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഇതാണ് ഡിസയറിന്റെ ഓണർ ബെന്നിച്ചേട്ടാ. വെൽക്കം ടു അവർ ചാനൽ ബെന്നിച്ചേട്ടാ. അപ്പോൾ ആദ്യത്തെ ഡിസയർ ഒക്കെ സ്വന്തമാക്കി. കണ്ണൂർ ജില്ലയിലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പോപ്പുലർ ആദ്യം വന്ന വണ്ടിയാണിത്. ഡിസയറിന്റെ ഫസ്റ്റ് ബാച്ച് വണ്ടികളൊക്കെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ യൂസർ ഡേന് തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം ഡിസയറൊക്കെ സ്വന്തമാക്കി സന്തോഷത്തിലിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഡിസയറിലോട്ട് വന്നത്? ഏതൊക്കെ വണ്ടികൾ നോക്കി? ഞാൻ ഇത് എൻ്റെ 5ാമത്തെ വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ. ആദ്യം ഞാൻ ആൾട്ടോ 800 എടുത്തു. അത് കഴിഞ്ഞ് 2ാമത് വാഗണർ എടുത്തു, 3ാമത് കേൾട്ടൺ എടുത്തു, 4ാമത് ബ്രിസ എടുത്തു. കേൾട്ടണിലേക്ക് വേറെ വണ്ടി കിട്ടി, അങ്ങനെ എടുത്തു ഞാൻ. മാരുതിയുടെ വണ്ടി ഉപയോഗിച്ചു. ബ്രസയിലേക്ക് പോയി. 2021 ബ്രസ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെഡാനിലേക്ക് പോയി. 5 സ്റ്റാർ റേറ്റുള്ള സെഡാനിലേക്ക് പോയി. ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ഇറങ്ങിയതിന് ശേഷമാണ് ബുക്ക് ചെയ്തത്? അല്ലല്ലോ, ഞാൻ സത്യത്തില് ബ്രസ ബുക്ക് ചെയ്തതാ. അന്നേരമാണ് യൂട്യൂബ് വഴി മറ്റുള്ള പേപ്പറുകളിലും വരുന്നത് മാരുതി സ്വന്തമായിട്ട് 5 സ്റ്റാർ റേറ്റിൽ വണ്ടി വരുന്നു, 28 കിലോമീറ്റർ മൈലേജ്, സേഫ്റ്റി. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറി. അത് ശരി. എന്നാലും മാരുതിയുടെ വണ്ടി വിട്ട് കളിക്കുന്ന കളിയില്ല, മാരുതി വിട്ട് കളിക്കുന്ന കളിയില്ല. അപ്പൊ ഈ റേറ്റിംഗ് വന്നിട്ട് ബുക്ക് ചെയ്തിട്ടും വണ്ടി പെട്ടെന്ന് വണ്ടി 3000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്യാം നമുക്ക്. റേറ്റ് എന്ന് വെച്ചാൽ അവസാന ഘട്ടത്തിലല്ലേ, വലിയ ബുക്കിംഗ് പീരീഡ് ഒന്നും ഇല്ല. അന്നേരം അവര് നമ്മളോട് പറഞ്ഞു ഒരു റെഡ് വണ്ടി വന്നിട്ടുണ്ട്, ലോഡിൽ ഒരെണ്ണം ഉണ്ട്, അത് ബെന്നിച്ചേട്ടൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ റെഡിൽ കയറി പിടിക്കുന്നത്. എവിടുന്നാണ് എടുത്തത്? ഇത് കണ്ണൂർ പോപ്പുലറിലാണ് വണ്ടി എടുത്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം തന്നു, കേക്ക് തന്നു, അതേ കണക്ക് എന്നെ ഗിഫ്റ്റ് തന്നു. ഞാനും എന്റെ പിള്ളേരും ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ അവർ യൂസ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അവരുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാം. സോ ഡിസയറിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ വേറെ വണ്ടികളൊന്നും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി? ടെസ്റ്റ് ഡ്രൈവ് പല വണ്ടികളും ഞാൻ നോക്കിയതാണ്. എന്നിട്ടും എനിക്ക് സുസുക്കിയോടാണ് താല്പര്യം. ഹുണ്ടായിയുടെ നോക്കി, അതേ കണക്ക് തന്നെ ടയോട്ട നോക്കി. അതിലൊന്നും എനിക്ക് അത്ര ഒരു ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് ശരി. ഗ്ലാൻസ് ഒക്കെ നോക്കി. എന്നിട്ട് ഇത് തന്നെയാണ് എനിക്ക് പിന്നെ മനസ്സിൽ പിടിച്ചത്, ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത് ടോപ്പ് വേരിയന്റ് മാനുവൽ ആണ് എടുത്തിരിക്കുന്നത്. ഇതിനപ്പോൾ ഓൺ റോഡ് എത്ര പ്രൈസ്? ഇതിന് 11,55,000 രൂപയെ ഷോറൂം റേറ്റ്. 12 ലക്ഷം രൂപ താഴെ. 11,55 ക്യാഷ്. കിട്ടി. അപ്പം ഈ സെയിം പ്രൈസിനാണ് നമ്മുടെ പുതിയ ഹോണ്ട അമേസ് വരുന്നത്. അപ്പം
അത് ഇറങ്ങിയപ്പോൾ തോന്നിയോ അത് ഇല്ല, അമീസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു കമ്പനിയെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. ഈ അമീസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷോറൂമുകളിൽ മാത്രമേ അതിന് നടക്കുകയുള്ളൂ മെയിൻ്റെനൻസ്. അന്നെങ്കിൽ മാരുതിയുടെ പ്രത്യേകത എവിടെയും പാർട്സ് ഇഷ്ടം പോലെ കിട്ടും, ചെറിയ റേറ്റേ ഉള്ളൂ കാര്യങ്ങൾക്ക്. അമീസിന്റെയും ടയോട്ടയുടെ ഒക്കെ പ്രത്യേക ഷോറൂമുകളിൽ മാത്രമേ വണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിഷയമുണ്ട്. റേറ്റിലും ഭയങ്കര വ്യത്യാസമുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഇത്രയും നാളത്തെ ഒരു സുസുക്കിയുടെ എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുക, ഈ സുസുക്കിക്ക് സർവീസ് കോസ്റ്റ് വളരെ കുറവാണെന്നൊരു കരക്കമ്പിയൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ വലിയ സത്യമൊന്നും അല്ല, ന്യായമായ റേറ്റ്. ഞാൻ ബ്രിസ അവസാനം വണ്ടി സർവീസിന് 7000 രൂപയായിട്ടുള്ളൂ. ഒരു 12 ലക്ഷം രൂപ വില വരുന്ന വണ്ടിക്ക് 7000 രൂപ സർവീസിന്. എത്ര കിലോമീറ്ററിന്റെ? അത് 25,000-ന്റെ 25,000 സർവീസിന് 7000 രൂപയായിട്ടുള്ളൂ. ഓക്കെ. അപ്പം വേറൊരു കാര്യം കൂടെ, ഇത്രയും നാളത്തെ മാരുതി എക്സ്പീരിയൻസിൽ എന്തെങ്കിലും അതിൽ നിന്ന് വണ്ടിയുടെ മോശം വശങ്ങൾ എന്തെങ്കിലും വന്നു? മാരുതി എന്ന് പറയുമ്പോൾ ആദ്യം അവർ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു കൊണ്ടിരുന്ന അവർക്ക് കഴിഞ്ഞു. മാരുതിയുടെ ഇപ്പോൾ 5 സ്റ്റാർ റേറ്റിലേക്ക് ഇത് കൊണ്ടുവരുന്ന പറഞ്ഞാൽ അവരുടെ കഴിവ് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മാരുതി മോശമല്ലെന്നാണ് ഞാൻ പറയുന്നത്. മാരുതി ഇനി ഉയരങ്ങളിലേക്ക് വരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും. ഇവരുടെ അത്രയും ഫ്യൂൽ എഫിഷ്യൻസി ചെയ്യാൻ പറ്റിയ വേറെ ബ്രാൻഡ് ഇല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന മാരുതിയുടെ വണ്ടികൾ മാത്രമേ ഉള്ളൂ. എല്ലാ തവണയും ടോപ്പ് സെല്ലിംഗ് കാറിന്റെ ലിസ്റ്റിൽ മാരുതി മാത്രമേ കേരളത്തിൽ സെയിൽ മാരുതിക്ക് വരാറുള്ളത്. ഓക്കെ. അപ്പം മാരുതിയോട് അതിന് മാത്രം താല്പര്യമാണ് ഉള്ളത്. ഏതായാലും അതിന് തക്കതായ ഒരു വണ്ടി അവർ ഇറക്കിയതിൽ സന്തോഷിക്കുന്നു. ഓക്കെ. ഇനി ഈ ഡിസയറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട് എന്താണ്? ഈ ഡിസയറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഡിസയർ പുതിയതായിട്ട് കൊണ്ടുവരുന്നൊരു പരിപാടിയാണിത്. ഇത് ഏറ്റവും അടിപൊളിയായിട്ട് ഹെഡ് ലാമ്പ്, അതേ കണക്ക് തന്നെ ഈ ഒരു സിസ്റ്റം, ഈ വലിയൊരു ഗ്രിൽസ്, അത് ഈ വണ്ടിക്ക് നല്ലൊരു കോമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ ക്രോം എലമെന്റ്സ് ഒക്കെ അല്ലല്ല, ഇതെല്ലാം കമ്പനി നമുക്ക് തന്നിരിക്കുന്നു. പിന്നെന്താണ് ഇഷ്ടപ്പെട്ടത്? പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി, 6 എയർ ബാഗ്. അത് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ കുടുംബം സേഫ്റ്റി ആണല്ലോ, അത് മെയിനായിട്ട് ഞങ്ങൾ നോക്കി. പിന്നെ രണ്ടാമത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ്, പുതിയൊരു മോഡൽ സീറ്റാണ് ഇതിന് പെടുത്തിയിരിക്കുന്നത്. ഡിസൈനിങ് അതിൻ്റെ ഉള്ളിൽ വളരെയധികം ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു, അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഞാൻ ഇതെടുത്തു. മെയിൻ ഇഷ്ടപ്പെടാൻ കാരണം. ഇതില് ലോങ് യാത്ര എവിടെയെങ്കിലും പോയോ? ലോങ് യാത്ര ഇത് പോയിട്ടില്ല. 106 കിലോമീറ്ററേ ഉള്ളൂ. കണ്ണൂരിൽ നിന്ന് എടുത്ത് ഇവിടെ വന്നു. ഞായറാഴ്ച ഫാമിലിയായിട്ട് പള്ളിയിൽ പോയി, തിങ്കളാഴ്ച വണ്ടി വെഞ്ചരിച്ചു. പിന്നെ ഞാനൊരു കച്ചവട ബിസിനസ്സുകാരനാണ്, അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങൾ മാത്രമേ ഒരു ചെറിയ ക്യാപ്പേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതിൽ ഈ ദൂരയാത്രയുടെ, അതായത് ഒരു ബ്രസ SUV-യിൽ നിന്ന് കോമ്പാക്ട് SUV-യിൽ നിന്ന് കോമ്പാക്ട് സെഡാനിലേക്ക് ആ ഒരു ഹൈറ്റിംഗിന്റെ പൊസിഷനിങ്ങിലെ വ്യത്യാസങ്ങൾ എന്താണ്? ഫാമിലി പറഞ്ഞത് ബ്രസ വെച്ച് നോക്കുമ്പോൾ ബ്രസയ്ക്ക് ഇതിനേക്കാളും ശകല ഹൈറ്റ് കൂടുതലുണ്ട്. അപ്പൊ ഫാമിലിക്ക് ബ്രസയാണ് കുറച്ചും കൂടെ നമുക്ക് യാത്രാ സുഖം കൂടുതൽ. ഇതെന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ ആവശ്യങ്ങൾക്ക് ഇത് മതി. നമുക്കത് ഓട്ടമില്ല. നമ്മൾ ഞായറാഴ്ച ദിവസം ഫാമിലി ആയിട്ടൊന്ന് പള്ളിയിൽ പോവുക, അത്യാവശ്യം ഒരു സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ ഒരു തുണി എടുക്കാൻ പോവുക, ഒരു മാസത്തിൽ ഒരു കൂടി വന്നിട്ട് 150-200 കിലോമീറ്റർ ഓടുകയുള്ളൂ. ഞാൻ രാവിലെ 7 മണിക്ക് ഷോപ്പിൽ പോകുന്നു, വൈകുന്നേരം 7 മണിക്ക് വരുന്നു. ലോങ് ഓട്ടങ്ങളില്ല, പോകാൻ സമയമില്ല, അതാണ് വിഷയം. അപ്പോൾ ലോങ് ഓട്ടങ്ങൾ ഉള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലോ, ലോങ് ഓട്ടമുള്ള കുഴപ്പമില്ല, വണ്ടി സേഫ്റ്റിയാണ്. അതുപോലെ ഒരു കാര്യമാണ് മൈലേജ് വലിയ വിഷയമാണ്. 24 മാനുവലിന് അവർ പറയുന്നത്, കമ്പനി ഇത് പറയുന്നത് 25.7 പറയുന്നത്. CNG 33 കിലോമീറ്റർ, 33.33. ഇത് 27.5 അവർ പറയുന്നത്. 24.5. എങ്ങനെ എത്ര കിട്ടുമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 20-ൽ മേളിലേക്കുണ്ട്. ഈ ആകെ മൊത്തം ഇതിൽ വന്നിട്ട് 2000 രൂപയുടെ എണ്ണ അടിച്ചിട്ടുള്ളൂ. വണ്ടി 1/2 ടാങ്ക് എണ്ണ ചെയ്യാൻ നേരം. ഇപ്പം അതിനകത്ത് 1 കട്ട എണ്ണ കുറഞ്ഞിട്ടുള്ളൂ. 20-ന് മേളിൽ ഏതായാലും ഇപ്പം കിട്ടുന്നുണ്ട്. ഇതിന് സർവീസ് ആകുമ്പോൾ 1000 കിലോമീറ്റർ സർവീസിന് പോകണം, 106 കിലോമീറ്റർ ആയിട്ടുള്ളൂ. നല്ല കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയുള്ള ടെറൈൻസിലെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളത് സുസുക്കി മീൻസ് ഡിസയറുകളുടെ ഒരു പ്രശ്നമായിരുന്നു. അതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിൽ പോകുമ്പോൾ ആദ്യം മാരുതിയുടെ വണ്ടിയിലെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ വണ്ടി ഇതായിരുന്നു. അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് പോയാൽ എടുക്കണം. ടൗണിൽ ഓടുന്ന കണക്കല്ല, ഇവിടെ മലയോര മേഖലയിലുള്ള പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ആ പ്രശ്നം ഇല്ലില്ല. ഇത് ഇവിടുന്ന് മെല്ലെ കാല് കൊടുത്തും തീർന്നുള്ളൂ. ഒറ്റ കൊടുക്കൽ കൊടുത്താലേ പ്രശ്നം വരുള്ളൂ. കുഴിയിലേക്ക് ഇറങ്ങുമ്പം താഴെ കയറി പോകുന്നതിന് കുഴപ്പമില്ല. ഒറ്റ ഇടം കിട്ടി കഴിയുമ്പം തട്ടും. മറ്റേ അത്രയും ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല, കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് 3 സിലിണ്ടർ ആക്കി. പണ്ട് 4 സിലിണ്ടർ ഇത്രയും നാൾ 4 സിലിണ്ടർ അല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ പറഞ്ഞ വണ്ടികളെല്ലാം 4 സിലിണ്ടർ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ. അതിനുശേഷം 4 ആയിരുന്നു. പിന്നെയും 3-ലേക്ക് പോകും. പണ്ടെങ്കിലും 1.2 ലിറ്റർ 3 സിലിണ്ടർ ആണ്. അപ്പം അതിൽ തോന്നുന്ന എന്തെങ്കിലും വൈബ്രേഷൻസ് തോന്നിയിട്ടുണ്ടോ?
ഒരു പവർ കുറവ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ബ്രസ ഓടിച്ചിട്ടും ഇത് ഓടിച്ചിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അത് പവർ കുറവുണ്ടെന്നുള്ളത്. 120 പിടിച്ചിട്ട് ഒരു മാറ്റമല്ലോ, ചില കാര്യങ്ങളും ഒന്നുമില്ല. പുള്ളിങ്ങിലൊന്നും ഒരു വ്യത്യാസം കാണിക്കുന്നില്ല. തളപ്പുറം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു വ്യത്യാസം കാണിക്കുന്നില്ല. അപ്പം സ്റ്റാർട്ടിങ്ങിലും പ്രശ്നമില്ല. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, നല്ല യാത്ര സുഖമായിരുന്നു. 120, 130 വരെ വന്നു, ഇടയ്ക്കൊന്ന് കയറി അത് സ്പീഡ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എത്ര പേര് പിടിക്കുന്ന അറിയാൻ പറ്റും. ഓരോ വലച്ചിലും ഇല്ല വണ്ടിക്ക്. അത് ശരി. അപ്പം പവറിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ചിലർക്ക് ഇനീഷ്യൽ പെർഫോമൻസിന്റെ കാര്യം, ഈ 3 സിലിണ്ടറിന്റെ കാര്യം, വൈബ്രേഷൻ ഒക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ബെന്നിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. പലർക്കും പല അനുഭവം ആയിരിക്കും, അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അതിൽ പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇന്റീരിയർ ഒന്ന് കയറി ഉള്ള ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് കാണിച്ചാൽ. സോ നമ്മൾ ഡിസൈറിന്റെ ഇന്റീരിയറിലോട്ട് വന്നു. ഇന്റീരിയറിനെ സംബന്ധിച്ച് വലിയ വ്യത്യാസമല്ല മറ്റേതിൽ വന്നിരിക്കുന്നതെങ്കിലും പക്ഷെ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ 3 കളേഴ്സാണ് വന്നിരിക്കുന്നത് ഡാഷ്ബോർഡ് ഡിസൈനിൽ. ഇവിടെ ഒരു ബീച്ച് കളർ, ഇവിടെ ബ്ലാക്ക്, ഇവിടെ വേറൊരു കളർ, വുഡൻ ഫിനിഷ് പോലത്തെ വേറൊരു കളറിൽ കൊടുത്തിരിക്കുന്നു. പല കളേഴ്സ് വന്നപ്പോഴത്തേക്ക് കുറച്ച് പ്രീമിയം ഫീൽ ആയി അല്ലേ? പഴയ വണ്ടിയെക്കാട്ടിലും പുതിയ മോഡൽ വളരെ ഷോ കൂടുതൽ കാണിക്കുന്നുണ്ട്. പിന്നെ 9 ഇഞ്ചാണ് ഇൻഫർടൈൻമെന്റ് വന്നിരിക്കുന്നത്. അമേസിന് 8 ഇഞ്ചാണ് അല്ലേ? നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്തല്ല കേട്ടോ, നമ്മൾ പറയുന്നേ ഉള്ളൂ. 8 ഇഞ്ചാണ്, ഇതിന് 9 ഇഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ MIDയും മാറ്റിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ MID? ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഏതായാലും പിന്നെ AC കൺട്രോൾസ് എല്ലാം, ഫിസിക്കൽ സ്വിച്ചസ്, ടോഗിൾ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് AC ഉണ്ട്. ACയുടെ കൂളിംഗ് ഒക്കെ എങ്ങനെ ഫീൽ ചെയ്തു? ACയുടെ കൂളിംഗ് നല്ല കൂളിംഗ് ആണ്. ഇത് ഫുൾ ഇട്ടിട്ടില്ല, ഇത് നമ്മൾ 3-ലല്ലേ ഇട്ടിട്ടുള്ളൂ. 3-ലാണ് ഇട്ടിരിക്കുന്നത്. ഇതായിക്കോളും, നമ്മളിപ്പോൾ കയറിയതേ ഉള്ളൂ. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. പിന്നെ സീറ്റ് പുതിയ വണ്ടിയാണ്. സർവീസിന് പോകുമ്പോൾ സീറ്റ് അടിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് അടിക്കാഞ്ഞത്. കവർ മാറ്റാൻ വേണ്ടിയാണ്, അതുകൊണ്ട് കവേഴ്സ് ഒന്നും ഇറക്കി കളഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ ബാക്കിലത്തെ സ്പേസ് എങ്ങനെ? ബാക്കിലിരുന്ന് നോക്കിയോ? ബാക്കിലിരുന്ന് സ്പേസ് ഉണ്ട്. ഞാൻ ഇരുന്നത് നല്ല സുഖമാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ ചേട്ടന്റെ മകനാ വണ്ടി എടുത്ത്, ഞാനും മക്കളും പുറകിലായിരുന്നു. ഓക്കെ, അവിടെ ഞങ്ങൾ തളപ്പുറം പോലെ അവനാ ഓടിച്ചോണ്ട് പോകും, ഒരു കുഴപ്പമില്ല. ഞാൻ പുറകിലായിരുന്നത്. ബാക്കിൽ ബ്രസയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെഗ് സ്പേസ് എന്തുമാത്രം കൂടുതലുണ്ട്? ബ്രസയെ സംബന്ധിച്ച് ബ്രസയ്ക്ക് ഹൈറ്റ് കൂടുതലാണ്. ഇതെന്ന് പറയുമ്പോൾ വണ്ടിക്ക് ഹൈറ്റ് കുറവാണ്. എനിക്ക് ബ്രസയെക്കാട്ടിൽ ഓടിക്കാൻ എനിക്ക് തോന്നിയത് ഇതാ സുഖമായിട്ട് തോന്നിയത്. ഇതാ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇങ്ങനെയൊക്കെ കുറച്ചാൾ കഴിയുമ്പം ഈ പോയ കോമ്പാക്ട് സെഡാനിൻ്റെ ഒരു കൾച്ചർ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കോമ്പാക്ട് SUVs മാത്രമായിരുന്നു കുറേ നാളായിട്ട് വാണുകൊണ്ടിരിക്കുന്നത്. അതിന് ചിലപ്പോൾ ഈ സെഗ്മെൻറ്റിലോട്ടൊക്കെ വരാം. ഇങ്ങനത്തെ കുറേ വണ്ടികൾ വരുന്നത് സ്ഥിതിക്ക് നല്ല വണ്ടികൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആളുകൾ തീർച്ചയായിട്ടും എടുക്കും. വയർലെസ് ചാർജിങ് വരെയാണ് നമ്മുടെ ബ്രസയിൽ വന്നിരിക്കുന്നത്. കണ്ടോ, വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ നോക്കിയിരുന്നോ? എല്ലാം നോക്കിയിരുന്നു. പിന്നെ ഇതാ സംവിധാനങ്ങൾ, 2 ചാർജിങ് പോർട്ട്സ് ഉണ്ടല്ലേ? 2 എണ്ണം റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് റിയർ AC, അതും 2 AC ഇവൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അമേസിൽ അതുപോലെ തന്നെ. പക്ഷേ ഈ സാധനം അമേസിലില്ല. ഓക്കെ, അങ്ങനെ സൺ റൂഫും നമ്മൾ ഡിസൈറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാനുവലാണ് എടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കിനോട് എന്താ? ഓട്ടോമാറ്റിക്കിനോട് പ്രത്യേകത ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചത് ഓട്ടോമാറ്റിക് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അവരെ ആദ്യം ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നായിരുന്നു വണ്ടി. ഓട്ടോമാറ്റിക് AMT കൊണ്ടുവന്നായിരുന്നു. ശകലം നേരത്തേക്ക് ഒരു തപ്പലും പിടുത്തമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഓടിച്ച് ഞാൻ കുറച്ച് 5-6 കിലോമീറ്റർ ഓടിച്ചു. അത് ഇഷ്ടപ്പെടാനില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മളെ പഠിച്ച ശീലത്തിൽ നിന്ന് അത് വേണ്ട, അങ്ങനെയാണ് അത് ഒഴിവാക്കിയത്. പിന്നെ റേറ്റിൽ ഒരു 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ്, സ്വിഫ്റ്റിന്റെ സ്റ്റിയറിംഗ് മാറ്റിയത്. ഇത് ലെതർ മോഡൽ ഒരു സാധനമാണ്, പുതിയതായിട്ട് ഇറക്കി കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഓടിക്കാൻ നല്ല സുഖമാണ്. സ്റ്റിയറിംഗ് പിടിച്ചാൽ എത്രയാണെങ്കിലും തെറ്റൂല. മെറ്റീരിയൽ അല്ലാതെ സ്റ്റിയറിംഗിന്റെ ഒരു റെസ്പോൺസ് ഒക്കെയോ നല്ല സുഖമാണ്, ഒരു പ്രശ്നമില്ല. ക്ലച്ച് ചവിട്ടാൻ വലിയ പാടില്ല, ഒന്നുമില്ല. ടെക്നോളജി മാറിയിട്ടുണ്ട്. ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു പോരായ്മ കുറവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എടുത്തു എന്നുകൊണ്ട് ഓർത്ത് പറഞ്ഞതല്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾ യാത്ര ചെയ്തിട്ട് എല്ലാവർക്കും ഫുള്ള് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഞായറാഴ്ച പള്ളിയിൽ പോയി, ഇന്നലെ വണ്ടി വെഞ്ചരിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു 5-6 കിലോമീറ്റർ പോലെ ടെസ്റ്റ് ഡ്രൈവ് പോലെ ഓടി. രാത്രിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സന്തോഷമായിട്ട്. ഓക്കെ, അന്ന് രാത്രി ഓടിച്ചപ്പം ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി എങ്ങനെ ഫീൽ ചെയ്തു? നല്ല സുഖമായിരുന്നു. രാത്രിയിൽ നല്ല കിട്ടുമായിരുന്നു, ഒരു കുഴപ്പമില്ല. ഹെഡ്ലൈറ്റിന്റെ ലുക്ക് മാത്രമല്ല, അകത്തിരിക്കുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ പോരായ്മകൾ എന്തെങ്കിലും? പോരായ്മകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ മക്കളുമായി യാത്ര ചെയ്ത സമയത്ത് മക്കൾ പറഞ്ഞു, പപ്പ ഈ സൺറൂഫ് മാത്രം ഒരു ശകലം കൂടെ പുറകോട്ട് വരുമായിരുന്നു, ഒരു
സുഖമുണ്ടായിരുന്നുള്ളൂ. വളരെ മക്കൾ എന്നോട് പറഞ്ഞു. അത്രയും ഇതിൻ്റെ അകത്തൊരു പോരായ്മ ഞാൻ കണ്ടിട്ടുള്ളൂ മക്കള് പറഞ്ഞതിൽ. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് മക്കൾ എന്തുകൊണ്ടാണ് മക്കൾ കുറച്ചുകൂടെ ഡിസൈൻ വൈസ് ഇന്റീരിയറിൽ ഒരു പുറകിൽ ഇരുന്നുകൊണ്ട് പിള്ളേർക്ക് ഇത് തുറന്നിട്ട് അകത്ത് മണ്ട കയറി നിൽക്കാനുള്ള പരിപാടി ആണോന്ന് അറിയത്തില്ല. ആണോന്ന് പറഞ്ഞില്ല. അതെ അതെ, ഞാൻ പിന്നെ അതിനെ കുറിച്ച് പിള്ളേരോട് സംസാരിക്കാൻ നിന്നിട്ടില്ല. അത്രേ ഉള്ളൂ. പിന്നെ ബൂട്ട് സ്പേസ് കുറവാണോ അതോ ഒത്തിരി ലഗേജ് വെക്കേണ്ടി വരാറില്ല? ലഗേജ് പിന്നെ സ്വിഫ്റ്റിനെക്കാട്ടിലും ഭയങ്കര സ്പേസ് കൂടുതലായിട്ട്. എങ്ങനെ കളിച്ചാലും ഒരു 200 കിലോ കൊള്ളാനുള്ള ഡിക്കി സ്പേസ് ഉണ്ട് സാധനങ്ങൾ 400 മുകളിലോട്ട് സ്പേസ് ഇല്ല എങ്കിലും ലിറ്റേഴ്സ് അത് താഴെയാണ്. ഓക്കെ. പിന്നെ ക്രൂസ് കൺട്രോൾ ഒക്കെ ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. സമയം കുറച്ചല്ലേ കിട്ടിയില്ല. വണ്ടി വന്നിട്ട് 3 ദിവസമേ ഉള്ളൂ. ഞാൻ ഷോപ്പിൽ പോവും. ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ആകെ മൊത്തം ഉള്ളൂ, ഒരു ദിവസം ഫ്രീ എന്ന് പറയാം. ഓക്കെ. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ കാര്യത്തിൽ ഡിസൈൻ വൈസ് ക്വാളിറ്റി വൈസ് ഒക്കെ എന്തെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പോ പാനൽ ഗ്യാപ്സോ അങ്ങനെ ഒന്നുമില്ല. ഇവരെ ഫുള്ള കമ്പനി നമ്മൾ നേരിട്ട് പറഞ്ഞു ഇതെല്ലാം പുതിയ മോഡൽ സാധനങ്ങളാണ് ഇറക്കിയിരിക്കുന്നത്. ഇതൊന്നും ഒരു വണ്ടിക്ക് ഇതുവരെ മാരുതിയുടെ വണ്ടിക്ക് വന്നിട്ടില്ല. ഇതെല്ലാം മാരുതി പുതിയൊരു മെറ്റീരിയൽ വെച്ച് ഉപയോഗിച്ചതാണ്. അവർ നമ്മളോട് ഡെമോ കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം കൃത്യമായി പറഞ്ഞിരുന്നു. അവർ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടെന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ഉണ്ട് താൻ. അവർ ഇതിനെക്കുറിച്ച് ഒരു 3-4 മണിക്കൂർ എൻ്റെ വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അവർ പറഞ്ഞ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാനിത്. അവിടെ ചെന്നപ്പം എനിക്ക് തോന്നിയതും വണ്ടി ഉപയോഗിച്ചിട്ടും എനിക്ക് തോന്നിയത്. ഓക്കെ. പിന്നെ സ്റ്റോറേജ് സ്പേസുകൾ കപ്പ് വെക്കാനും ബോട്ടിൽ വെക്കാനും എല്ലാം ഉണ്ട്. പുറകിലുണ്ട്, ഇവിടെ ഉണ്ട്. പുറകിൽ എക്സ്ട്രാ ഉണ്ട്, നമ്മൾ പൊട്ടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കവറിനകത്തുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട് ബാക്കിൽ. ഫ്രണ്ടിൽ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ല, മാനുവൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫാമിലിക്ക് പറ്റിയ വാഹനം, ഒരു 5 പേർക്ക് യാത്ര ചെയ്യാൻ സുഖമായിട്ട് ഒരു ഫാമിലിക്ക് 5 പേർക്ക് അതിക്കുള്ള പ്രതീക്ഷിക്കണം. പുറകിലൊരു 3 പേരും 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇത് കുറച്ച് ഹില്ലി ഏരിയ ആണെങ്കിൽ പോലും ഒരു സെഡാൻ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ അത്ര കോൺഫിഡന്റ് ഉണ്ട് എന്ന് ഓർക്കണം. ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഇതൊക്കെ ആയിരുന്നു അറിയേണ്ടത്, ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ അറിയേണ്ട കാര്യങ്ങളായിരുന്നു. കൂടാതെ ഇതിന്റെ ഡിസ്പ്ലേയുടെ ബഗ് കാര്യങ്ങൾ, ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരമായിട്ട് നിർത്തിയിട്ടേക്കുക. അതിൻ്റെയാണ് ഈ കാണിക്കുന്നത് റീസെറ്റ് ചെയ്തതിന് ശേഷം. ഈ ഒരു ലാഗോ അങ്ങനെ യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും, അതോ അധികം ഇതിലോട്ട് പോയിട്ടില്ലേ? ഇതിലേക്ക് അധികം ഞാൻ പഠിച്ചിട്ടില്ല, നോക്കാൻ പോയില്ല. ചെറിയ ടൈം ഓടിച്ചോളൂ, നോക്കാൻ പോയില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഏറ്റവും ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യം ഇതിന്റെ 360 ഡിഗ്രി ക്യാമറയുടെ ക്വാളിറ്റി. അത് നിങ്ങളെ കാണിക്കാം. ഇതാണ് കണ്ടോ ആദ്യം കാണിക്കുന്നത്. ഈ ഒരു വിസിബിലിറ്റിയിൽ നിങ്ങൾക്ക് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് രണ്ട് സൈഡിലെ സൈഡ് വ്യൂസും എല്ലാം നോർമലി എല്ലാ വണ്ടികൾക്കും ഉള്ള പോലത്തെ 360 ഡിഗ്രി ക്യാമറ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. ഈ ഒരു പ്രൈസിലും ഇത്രയും ക്വാളിറ്റി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് സുസുക്കി തെളിയിച്ചിരിക്കുന്നു. കാരണം മറ്റ് കൂടിയ ബ്രാൻഡ്സിനും മീൻസ് കുറച്ചുകൂടെ പ്രീമിയം 15-20 ലാക്സിന് കൊടുക്കുന്ന വണ്ടിക്കും ഈ ഒരു ക്വാളിറ്റി കിട്ടാറില്ല. ഇത്രയും ക്വാളിറ്റി സുസുക്കി തന്നിട്ടുണ്ട്. ഏതായാലും ഹാറ്റ്സ് ഓഫ്. ഗ്രാഫിക്സും വലിയ മോശമൊന്നുമല്ല, പാർക്ക് അസിസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിലും ആ കാര്യത്തിലും ബെറ്ററാണ്. അപ്പം മൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. നമുക്ക് വേഗം ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് തന്നു ബെനിച്ചേട്ടന് വളരെ നന്ദി. സോ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പോപ്പുലർ കണ്ണൂരിൽ നിന്ന് എടുത്ത വണ്ടിയാണിത്. അവരുടെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം അതാണോ അമേസാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളും എല്ലാം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വണ്ടിയെ പറ്റിയുള്ള മറ്റ് സംശയങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഇനിയും ലോങ് ടേം റിവ്യൂസ് ഒക്കെ ഡിസൈൻ നമ്മൾ വഴിയേ ചെയ്തോളാം. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.